ഒരു വെടല ചെക്കന്റെ ഡാഡിക്ക് അമിതാഭ് ബച്ചനോടുള്ള ഇഷ്ടം കൊണ്ട് മൊച്ചയെ പോലുള്ള അയാളുടെ ചെക്കന് ബച്ചൻ എന്ന് പേരിടുന്നു. വർഷങ്ങൾക്ക് ശേഷം രണ്ട് കിളവന്മാർ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് തിരിച്ചു പോകുന്ന വഴിയിൽ കുറച്ച് തുരപ്പന്മാർ അവരെ അടിച്ചു തൂറ്റിച്ച് അവരുടെ പൈസ മോഷ്ടിച്ച് കാറിൽ എസ്കേപ്പ് ആവുന്നു. അന്നേരം ബൈക്കിൽ ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് കാറിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും പോലെ ചെയ്യുന്നു. ആരാത്? ഓന്തിന് മൂക്കിപ്പിടി കൊടുത്ത പോലെ എക്സ്പ്രഷൻ ഇടുന്ന തേജണ്ണൻ. അണ്ണൻ അങ്ങോട്ട് വന്ന് ആ തുരപ്പന്മാരെ അടിച്ചു തൂറ്റിച്ച് പൈസ കിളവന്മാർ കൊടുക്കുന്നു. അണ്ണനെ കണ്ടപ്പോ തന്നെ കിളവന്മാർക്ക് ക്രഷ് അടിച്ചു. അപ്പൊ തന്നെ അവരുടെ പെൺമക്കളെ വിടലിന് കെട്ടിച്ചു കൊടുക്കണം. പെണ്ണെന്ന് കേട്ടതും അച്ഛന്റെ പ്രായമുള്ള ബച്ചൻ പെണ്ണു കാണാനായി പട്ടിക്കാട്ടിലെ വീട്ടിലെത്തി. അണ്ണന്റെ വീട്ടുകാർക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണിന്റെ അത്ര ഭാരത്തിൽ സ്വർണം സ്ത്രീധനം വേണമെന്ന്. അത് പറഞ്ഞതോടെ കിളവൻ സ്പോട്ടിന് സ്വർണം കൊണ്ടുവന്ന് തുലാഭാരം നടത്തി. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ മൂക്കിപ്പൊടി ബച്ചൻ സാധാരണക്കാരൻ ലഘുയിസ് ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആണെന്ന്. അവരുടെ പൈസയും പണവും റെയ്ഡ് ചെയ്യാൻ വന്നതാണ് മൂക്കിപ്പൊടി അണ്ണൻ. അങ്ങനെ അണ്ണനും ബാക്കിക്കാരും തൊണ്ടിയെടുത്തു പോയി. അടുത്ത ദിവസം ഓഫീസിലേക്ക് വന്ന കിളവൻ ബച്ചനെ ഭീഷണിപ്പെടുത്തി. അതോടെ ബച്ചൻ ചെരുപ്പൂരി കിളവനെ അടിച്ചു തൂറ്റിച്ചു. അതോടെ അണ്ണന്റെ ജോലിയും തൂറ്റി. അങ്ങനെ ജോലി പോയതോടെ നാട്ടിലെത്തി അണ്ണൻ ജിക്കി എന്ന പെണ്ണിന്റെ ഡ്രസ്സ് സൈക്കിളിനുള്ളിൽ കുടുങ്ങിയത് കണ്ട് അത് അഴിച്ചു കൊടുത്തു. അതോടെ അച്ഛന്റെ പ്രായമുള്ള ബച്ചന് കൊച്ചിന്റെ പ്രായമുള്ള ജിക്കിയോട് ക്രഷ് അടിച്ചു. അതിന്റെ ഇടയിൽ ഒരു സോങ് വിത്ത് ഡാൻസ് വടകാണിക്കൽ മസ്റ്റ്. അത് കണ്ടതോടെ തൂറ്റിക്കലായിട്ടായോട് പെണ്ണിന് ക്രഷ് അടിച്ചു. പക്ഷെ പെണ്ണ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ജോലിയും കൂലിയും ഇല്ലാത്ത പെൻഷൻ ആയിട്ടാണോ കിട്ടുമെന്ന് പറഞ്ഞ് അണ്ണനെ നാറ്റിച്ചു വിടുന്നു. അപ്പോഴാണ് സസ്പെൻഷൻ പിൻവലിച്ച് ബച്ചന് ജോലി തിരിച്ചു കിട്ടിയത്. സർക്കാർ ജോലി എന്ന് കേട്ടതും ജിക്കിയും തന്തയും ചാടി വീണു. അതിന്റെ സന്തോഷത്തിൽ വീണ്ടും ഒരു സോങ് വിത്ത് ഡാൻസ് വടകാണിക്കൽ മസ്റ്റ്. അങ്ങനെ സസ്പെൻഷൻ പിൻവലിച്ച് ആദ്യ റെയ്ഡ് ഡാഡി ഗിരിജയുടെ വീട്ടിലായിരുന്നു. ബച്ചൻ ടീമിനെയും കൂട്ടി ഡാഡിയുടെ വീട്ടിൽ കയറി. വീട് മൊത്തം അരിച്ചുപെറുക്കി. അണ്ടി പോയിട്ട് അണ്ടിപ്പരിപ്പ് പോലും കിട്ടിയില്ല. ഡാഡി ഗിരിജ ഇളിച്ചോണ്ട് കിട്ടിയോ വെടല എന്ന് അണ്ണനോട് ചോദിച്ചു ഊക്കിവിടുന്നു. അപ്പോഴാണ് ഡാഡിയുടെ അനിയൻ തോക്കെടുത്ത് സീലിംഗിലേക്ക് ഒറ്റ തെറിപ്പിക്കൽ. ഉടനെ മുകളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ മഴ പോലെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഈ തുരപ്പന്മാർ വീട് മുഴുവൻ ചിക്കി ചെകിഞ്ഞു ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി അണ്ണന്റെ പെണ്ണ് അണ്ണനെ ഫോൺ വിളിക്കുന്നു. 58 വയസ്സുള്ള അണ്ണന് 27 വയസ്സുള്ള കാമുകി. അതിന്റെ സന്തോഷത്തിൽ ഒരു കുണ്ടികുലിക്ക് ഡാൻസ് വിത്ത് വടകാണിക്കൽ. ഡാൻസ് കഴിഞ്ഞതും ഡാഡി ഗിരിജ് ജിക്കെയും അണ്ണന്റെ കുടുംബത്തെയും ഉപദ്രവിക്കാൻ ഗുണ്ടകളെ അയച്ചപ്പോ എവിടുന്നോ വന്നൊരു വെടലൻ ആ ഗുണ്ടകളെല്ലാം അടിച്ചു തൂറ്റിക്കുന്നു. ഏതട ഇവന്മാരെല്ലാം ഒരുത്തനെ കൊണ്ട് സഹിക്കുന്നില്ല. അപ്പോഴടുത്തത് ഓരോ പട്ടിത്തീട്ടങ്ങളെ. അങ്ങനെ ഈ തുരപ്പന്മാർ നിർത്തില്ല എന്ന് മനസ്സിലാക്കിയ ഡാഡി നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് റെയ്ഡ് നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തൂല എന്ന് പറഞ്ഞ് അണ്ണൻ മന്ത്രിയെ ഊക്കിവിടുന്നു. ഡാഡി നേരെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. പ്രധാനമന്ത്രിയും അണ്ണൻ ഊക്കിവിടുന്നു. അറിയാലോ വെടലനാണ്. അതിന്റെ ഇടയിൽ വീണ്ടും ഒരു വടകാണിക്കൽ സോങ്. അങ്ങനെ അവസാനം റെയ്ഡ് കഴിഞ്ഞ് തൊണ്ടിയുമായി ഓഫീസിലേക്ക് പോകുമ്പോൾ ഡാഡി ഗിരിജയുടെ ഗുണ്ടകൾ വന്ന് അടിച്ചു തെറിപ്പിക്കാൻ നോക്കിയെങ്കിലും അണ്ണൻ എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുന്നു. അവസാനം അണ്ണൻ ഡാഡിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ്, ഇനാഗുറേഷൻ, കോൺടാക്ട് ദിസ് നമ്പർ. അവസാനം അണ്ണൻ ജിക്കിയെ കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റിന് പോകുന്നു.